നിന്നാണ് മറ്റൊരു ദാരുണമായ വാർത്ത പുറത്തുവരുന്നത്. അവിടെ ഒരു മുൻ ഗ്രാമത്തലവൻ അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കൊലപാതകികൾ ആരെന്നോ കൊന്നതെന്തിനെന്നോ പോലും ഇപ്പോഴും വ്യക്തമല്ല. പ്രതികൾക്കായുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. ഉത്തർപ്രദേശിലെ സഹത്വാർ പ്രദേശത്തെ ഉധാ ഗ്രാമത്തിൽ വ്യാഴാഴ്ച രാത്രിയാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഉധാ ഗ്രാമത്തിലെ താമസക്കാരനായ റാംബിയാസ് വർമ്മയാണ് അതിദാരുണമായി കൊല്ലപ്പെടുന്നത്. വ്യാഴാഴ്ച രാത്രി ഭക്ഷണം കഴിച്ച ശേഷം വീട്ടിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയുള്ള കുഴൽക്കിണറിന് സമീപമുള്ള ഒരു കുടിലിൽ ഉറങ്ങാനായി പോയതായിരുന്നു ഈ റാംബിയാസ്. വെള്ളിയാഴ്ച രാവിലെ റാംബിയാസിനെ തിരഞ്ഞ വീട്ടുകാർ എത്തിയപ്പോഴാണ് കൊല്ലപ്പെട്ട വിവരം പുറംലോകം അറിയുന്നത്. തലയിൽ മൂർച്ചയുള്ള എന്തോ ഒരു ആയുധം ഉപയോഗിച്ച് അതിക്രൂരമായി അടിച്ചതാണ് റാംബിയാസിന്റെ മരണത്തിലേക്ക് നയിച്ചത്. മുൻ ഗ്രാമത്തലവൻ കൂടിയായിരുന്നു ഈ കൊല്ലപ്പെട്ട റാംബിയാസ് വർമ്മ എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തിന് ഒരു മകനും 3 പെൺമക്കളുമാണുള്ളത്. കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യമെന്താണെന്നോ കൊന്നതാരാണെന്നോ ഉള്ളതിൽ കുടുംബത്തിനും ഇതുവരെ ഒരു വ്യക്തതയും ലഭിച്ചിട്ടുമില്ല. मेरे पिताजी को जो मारकर हत्या कर दिया गया है, ईंटे से मारकर सर फोड़ दिया गया है। पुरानी विवाद था, लेकिन अब मेरे को पता नहीं है। अब कल गए थे, कहाँ विवाद किए कि क्या करे हमको पता नहीं है। मैं 5:30 बजे यहाँ आकर के देखे तो हो गया था। पता लगेगा तो फिर किया जाएगा। अभी किसको क्या करें, अभी दे रहे कह रहे हैं कि किसको कहना है तो लिख कर दीजिए। तभी कैसे हम डिसीजन ले लें तुरंत, किसको लिखवा दें। सब लोग यहीं जुटे हैं, अब किसको कहेंगे ये है ये नहीं है। ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നു എന്ന വിവരം ലഭിച്ച ഉടനെ തന്നെ സഹത്വാർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു സംഘം സ്ഥലത്തെത്തി ഈ മൃതദേഹം ഏറ്റെടുത്ത് പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കൊക്കെയായി അയച്ചിട്ടുണ്ട്. പോലീസ് സ്ഥലം പരിശോധിക്കുകയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും അടക്കം വിശദമായ മൊഴി രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ടു പോകുന്നത്. ഉത്തർപ്രദേശിലെ ഒരു ഉൾനാടൻ ഗ്രാമമായതുകൊണ്ട് തന്നെ ഈ സംഭവം നടന്നത് CCTV ദൃശ്യങ്ങളിലൊന്നും തന്നെ പതിഞ്ഞിട്ടുമില്ല. CCTV അടക്കമുള്ള കാര്യങ്ങൾ അത്തരം ഭാഗങ്ങളിൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു തെളിവും പോലീസിന് സഹായകമാകും വിധത്തിൽ ലഭിക്കില്ല എന്നതും അന്വേഷണത്തിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. आज दिनांक 24/7/2026 को समय करीब 6 बजे थाना सातवार पुलिस को सूचना प्राप्त हुई कि ग्राम उधा थाना सातवार में रामव्यास वर्मा पुत्र स्वर्गीय मंगलदेव वर्मा उम्र करीब 70 वर्ष की हत्या हो गई है। इस सूचना पर थाना सातवार बलिया की पुलिस तत्काल मौके पर पहुंची। शव को कब्जे में लेकर नियमानुसार पंचायतनामा की कार्रवाई पूर्ण की गई। मृतक उपरोक्त के सिर में चोट लगी है। मृतक के परिजन से तहरीर प्राप्त कर थाना सातवार पर सुसंगत धाराओं में अभियोग पंजीकृत कर विवेचना की जा रही है। मौके पर शांति व्यवस्था कायम है. ഏതായാലും റാംബിയാസിന്റെ ഈ കൊലപാതകം സഹത്വാറിലെ ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള ആശങ്കയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കൊലപാതക കാരണം വ്യക്തമല്ലാത്തതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിൽ കൂടുതൽ ആക്രമണം ഉണ്ടാകുമോ എന്നതിലും ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഭയമുണ്ട്. റാംബിയാസുമായി ബന്ധപ്പെട്ട ആളുകളെ അടക്കം സംശയ നിഴലിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം മുന്നോട്ടു പോകുന്നത്. അതോടൊപ്പം കൊല്ലപ്പെട്ട വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിൽ ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നതും ഭീഷണികൾ നിലനിന്നിരുന്നു എന്നതൊക്കെ വിശദമായി അന്വേഷിക്കുകയാണ് ഇപ്പോൾ പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.